ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ചെമ്പരത്തിയാതി എണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, അതേപോലെ മുടി ഉള്ളു കുറയുക, അതേപോലെ പൊട്ടിപ്പോവുക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെമ്പരത്തിപ്പൂവൊക്കെ വെച്ചിട്ട് എണ്ണ കാച്ചി സ്ഥിരമായിട്ട് നമ്മൾ തലയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതൊക്കെ കുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഇടതൂർന്ന മുടി ഉണ്ടാവാനും, അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല ഇടതൂർന്ന മുടിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഇട്ട് കൊടുക്കുന്ന ഒരു എണ്ണയാണ് ചെമ്പരത്യാദി വെളിച്ചെണ്ണ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ നല്ല ചുവന്ന ഫ്രഷ് ആയിട്ടുള്ള 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് എള്ളെണ്ണയും അതേപോലെ വെളിച്ചെണ്ണയും എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ടും സമാസമം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ മാത്രം എടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ മാത്രമായിട്ടോ അല്ലെങ്കിൽ എണ്ണ മാത്രമായിട്ടോ തലയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുക. നമ്മളെപ്പോഴും എണ്ണ കാച്ചുന്ന സമയത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ചെമ്പരത്തിപ്പൂ നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഞെട്ടും ആ ഒരു ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം അതും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ എണ്ണയ്ക്കൊരു കൊഴുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂ മാത്രമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പിന്നെ ചൂടായ എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ നല്ല തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും തീ കൂട്ടാൻ പാടില്ല കേട്ടോ. അത് കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ ഒരു എണ്ണയുടെ ഫലം ഇല്ലാതാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 ലിറ്റർ എണ്ണയൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 25 ചെമ്പരത്തിപ്പൂവൊക്കെ എടുക്കാവും നല്ലത്. ഇനി ഇത് നമ്മൾ ഈ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഒരു 20-25 മിനിറ്റോളം നമ്മൾ ഈ ഒരു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കാച്ചിയെടുക്കണം കേട്ടോ. ഒരിക്കലും തീ കൂട്ടി കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സത്തുകളൊക്കെ നന്നായിട്ട് ഈ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടിക്കോളൂ കേട്ടോ. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു റെഡ് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട്. ഇനി ഇതേ തീയിൽ തന്നെ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റോളം നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മൈലാഞ്ചിയില വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈലാഞ്ചിയിലയുടെ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മൈലാഞ്ചിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ മുടിക്ക് നല്ല കറുപ്പും അതേപോലെ നല്ല കട്ടിയുള്ള മുടിയാവാനും സഹായിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ അതും ഒരു പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മളെ ആ ചെമ്പരത്തിപ്പൂവൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ തന്നെ കിടന്നോട്ടെ ഈ ഒരു പൂവ്. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പൂവ് ഇതിൽ നിന്നും മാറ്റി എണ്ണ സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ജ്യൂസിൻ്റെ അരിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഞാൻ ഈ ഒരു ഇതിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയൊരു തരിയൊക്കെ നമ്മുടെ ഈ ഒരു എണ്ണയിലുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ, കുഴപ്പമില്ല. ചെമ്പരത്തിപ്പൂവിൻ്റെ തരികളൊക്കെ അതിൽ കിടന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു എണ്ണ നല്ലൊരു യെല്ലോ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെമ്പരത്തിയാദി എണ്ണ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു യെല്ലോ ഷെയ്ഡിലൊക്കെ തന്നെയാണല്ലേ കിട്ടുക. അപ്പോൾ ചെമ്പരത്തിയാദി എണ്ണ നമ്മളെ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഒരു കെമിക്കലും ഇല്ലാതെ ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എണ്ണ കാച്ചുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ.
അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇത് ചെറുപ്പം മുതലേ തന്നെ ഈ ഒരു എണ്ണ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തലക്ക് നല്ല തണുപ്പും കുട്ടികൾക്ക് നല്ല ഉറക്കവും ഒക്കെ കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ 3 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാലാണ് ഞാൻ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാനിതൊരു കുപ്പിയിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ കാച്ചി എടുത്തിട്ടുള്ള എണ്ണയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു എണ്ണ കാച്ചുന്ന വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ദിനേശവല്യാതി എണ്ണ നമ്മുടെ രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തു, ഞാൻ അന്ന് തൊട്ടേ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് ആ വീഡിയോ ആ ഒരു എണ്ണ കാച്ചി കൊടുത്തിട്ടുമുണ്ട്. അവർക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണയാണ്. അപ്പോൾ അതും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.